പേടിയാണ് ഇവിടെ ഇരിക്കാൻ. Please take me out, please. ബിഗ് ബോസ് അത് പറ്റില്ല. എനിക്ക് പേടിയാണ്. എനിക്ക് ഹൗസ് പേടിയാണ്. എനിക്ക് ഇവിടുത്തെ ക്യാമറകളെ പേടിയാണ്. എനിക്ക് നിങ്ങളുടെ അലപ്പൊന്നും കേൾക്കാൻ വയ്യ. വല്ലാത്തൊരു പരിതാപകരമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെയാണ് അല്ലേ ബിഗ് ബോസ് മലയാളം സീസൺ 6 ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സീസൺ ഫോളോ ചെയ്യുന്നവർക്ക് മനസ്സിലാക്കും ഇപ്പൊ നല്ല രീതിയിൽ ഗെയിം പ്ലേ നടത്തിക്കൊണ്ടിരിക്കുന്ന സിബിൻ എന്ന് പറയുന്ന പ്ലെയർ മാനസികമായി തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെ. ഇപ്പൊ നിലവിൽ ലാലേട്ടനാണെങ്കിലും ബിഗ് ബോസ് ആണെങ്കിലും നല്ല രീതിയിൽ വിമർശനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി എന്തിനാണ് ഇങ്ങനെ ഒരു ഷോ നടത്തുന്നത്? ആ ബിഗ് ബോസ് വീട് വാടകയ്ക്ക് കൊടുത്തിട്ട് ആ കപ്പ് എടുത്ത് ജാസ്മിന് കൊടുത്തേക്ക് എന്നുള്ളതാണ് ഇപ്പൊ പലരും പറയുന്നത്. എല്ലാറ്റിന്റെയും തുടക്കം എന്ന് പറയുന്നത് ശനിയാഴ്ച ലാലേട്ടൻ വന്ന എപ്പിസോഡിൽ ലാലേട്ടൻ സിബിനെതിരെ നടത്തിയ ചില പരാമർശങ്ങളും പെരുമാറ്റങ്ങളും അല്ലെ. വളരെ സിബിനെ താഴ്ത്തി കെട്ടുന്ന രീതിയിലായിരുന്നു അന്ന് ലാലേട്ടന്റെ സംസാരം. എന്തിനായിരുന്നു ലാലേട്ടൻ ചീത്ത പറഞ്ഞത്? ജാസ്മിൻ എന്തോ സിബിനെ പ്രൊവോക്കാക്കി സംസാരിച്ച സമയത്ത് ജാസ്മിനെതിരെ സിബിൻ നടുവിരൽ ഉയർത്തി കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിനെ ചൂണ്ടി കാണിച്ചുകൊണ്ടാണ് ലാലേട്ടൻ ഇങ്ങനെ ചീത്ത പറഞ്ഞത്. സിബിനാണെങ്കിൽ സ്വപ്നത്തിൽ പോലും കരുതി കാണില്ല ലാലേട്ടൻ ഇങ്ങനെയൊക്കെ പറയുന്നുള്ളത്. അങ്ങനെ ലാലേട്ടൻ പറഞ്ഞപ്പോൾ സിബിൻ മാനസികമായി തളർന്നു പോയി എന്നുള്ളതാണ്. ആ എപ്പിസോഡ് കണ്ട പലരും മനസ്സുകൊണ്ട് തന്നെ പറഞ്ഞു പോയിട്ടുണ്ടാകും ഇങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ലായിരുന്നു എന്നുള്ളത്. എന്തായാലും അതിനുശേഷം അതുവരെ ആക്റ്റീവ് ആയിരുന്ന ഇന്നലത്തെ സിബിന്റെ അവസ്ഥ എന്ന് പറയുന്നത് വൻ ശോകമായിരുന്നു അല്ലെ. ഇപ്പൊ ഇന്നലെ സായും ഗബ്രിയുമായി കൂടിയിരിക്കുന്ന സമയത്ത് സിബിൻ ഒരു കാര്യം പറയുന്നുണ്ട്. നമുക്ക് എന്തായാലും ഒന്ന് കണ്ടുനോക്കാം. എനിക്ക് എന്ത് വന്നാലും എനിക്ക് വെളിയിലെ ലൈഫ് ഉണ്ട്. ഞാൻ ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ട് ഇതിനകത്തിരിക്കുമ്പോൾ വെളിയിലെ ലൈഫ് എടുത്തിട്ട് എനിക്ക് ഇവിടെ ഒന്നും വേണ്ട. എനിക്ക് ഞാൻ പുറത്തു വിട്ട് ഞാൻ പഴയ ബാക്ക് ടു മൈ ഓൾഡ് ലൈഫ്. ഐ ജസ്റ്റ് വാണ്ട് ടു ഡു ദാറ്റ്. എനിക്ക് പേടി. ഓക്കെ, പുള്ളിക്കാരൻ ഇനി ബിഗ് ബോസ് വേണ്ട, എനിക്കിനി പുറത്തേക്ക് ഇറങ്ങിയാൽ മതി, എനിക്ക് ഇവിടുത്തെ ക്യാമറയും മറ്റു കാര്യങ്ങളൊക്കെ ഭയങ്കര പേടിയായി തുടങ്ങി എന്നുള്ളതാണ് ഇവിടെ സിബിൻ പറഞ്ഞു വെക്കുന്നത് അല്ലെ. അത്രത്തോളം പുള്ളിക്കാരൻ ബിഗ് ബോസ് ഹൗസിൽ ഓരോ സംഭവങ്ങളും അലട്ടി തുടങ്ങി എന്നുള്ളതാണ്. വിസ്മയിൽ പുള്ളിക്കാരൻ ഭയങ്കര ഇമേജ് കോൺഷ്യസ് ആയി മാറി എന്നുള്ളതാണ്. നമ്മൾ ജീവിതത്തിൽ ഒരിക്കലും ഇമേജ് കോൺഷ്യസ് ആയി മാറി കഴിഞ്ഞാണെങ്കിൽ അതിന് ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് ഞാൻ നല്ലോണം അറിഞ്ഞിട്ടുണ്ട്. ഭയങ്കര ഒരു വൃത്തികെട്ട ഫീൽ ആയിരിക്കും അത്. പ്രത്യേകിച്ച് ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഇമേജ് കോൺഷ്യസ് ആയി മാറി കഴിഞ്ഞാണെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും എന്ത് പ്രവർത്തിക്കുമ്പോഴും നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു പേടി ഉണ്ടാകും, ഒരു ഉൾവലിവ് ഉണ്ടാകും. ഞാനത് ചെയ്തു കഴിഞ്ഞാണെങ്കിൽ എങ്ങനെ പുറത്തേക്ക് പോകുന്നുള്ള രീതിയിൽ. ഇത്രയും ദിവസം സിബിന്റെ മനസ്സിൽ ആ പേടിയില്ലായിരുന്നു. പക്ഷേ ലാലേട്ടൻ ചീത്ത പറഞ്ഞതോടുകൂടി പുള്ളിക്കാരന്റെ മനസ്സിൽ ആ പേടി വന്നു കൂടി എന്നുള്ളതാണ്. ഇത്രയും കാലം സിബി വിചാരിച്ചിരുന്നത് താൻ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങളെല്ലാം പുറത്ത് പോസിറ്റീവായ രീതിയിൽ മാറി എന്നുള്ളതാണ്. ഓൾമോസ്റ്റ് അങ്ങനെ തന്നെയാണ് പുറത്ത് പോയിട്ടുള്ളത്. സിബിന്റെ ഗെയിം പ്ലേ മെജോറിറ്റി ഓഫ് വരുന്ന ആളുകൾക്ക് ഇഷ്ടമായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. എല്ലാവരും നിങ്ങളൊന്ന് ആലോചിച്ചു. സിബിൻ വരുന്നതിന് മുമ്പുള്ള ബിഗ് ബോസ് ഹൗസിന്റെ അവസ്ഥ എന്തായിരുന്നു? ഒരുമാതിരി ചത്ത വീട് പോലായിരുന്നു. ആകെ വീട്ടിലുണ്ടായിരുന്ന കാര്യം എന്ന് പറഞ്ഞത് ജാസ്മിനും ഗബ്രീന്റെയും ആ ഔട്ട് ട്രാക്ക് ആണ്. അത് കണ്ടുകണ്ടും മടുത്തിരിക്കായിരുന്നു പ്രേക്ഷകർ. വീട്ടിലുള്ള മറ്റുള്ള അംഗങ്ങളാണെങ്കിലോ അതിനെതിരെ ഒട്ടും പ്രതികരിക്കുന്നുമില്ല. എല്ലാവർക്കും ഇതിനെതിരെ പ്രതികരിക്കണമെന്നുണ്ട്, പക്ഷെ ആർക്കും മിണ്ടാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. കാരണം ആ ലെവലിൽ ജാസ്മിൻ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് സിബിൻ മച്ചാൻ വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് വരുന്നത്. അതിനുശേഷം ഉണ്ടായ മാറ്റം എന്താണെന്നുള്ളത് ഞാൻ എപ്പിസോഡ് കാണുന്നവർക്ക് പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ. കൃത്യമായി ജാസ്മിനെതിരെ ഗെയിം പ്ലേ വർക്ക്ഔട്ട് ചെയ്യാൻ സിബിന് സാധിച്ചു എന്നുള്ളതാണ്. ജനങ്ങൾ ആഗ്രഹിച്ച പല കാര്യങ്ങളും ജാസ്മിന്റെയും ഗബ്രീന്റെയും മുഖത്ത് നോക്കി പറയാൻ സിബിന് സാധിച്ചു എന്നുള്ളതാണ്. അത് മാത്രമല്ല അതുവരെ പ്രതികരിക്കാതിരുന്ന പലരും സിബിന്റെ വരവോടുകൂടി പ്രതികരിച്ചു തുടങ്ങി എന്നുള്ളതാണ്. ഇതെല്ലാം സിബിൻ വന്നതിന് ശേഷം ഉണ്ടായ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ക്രിയേറ്റീവ് ആയിട്ടുള്ള പല സംഭവങ്ങളും ആ വീട്ടിൽ വന്ന് തുടങ്ങി എന്നുള്ളതാണ്. ഒരുപാട് സ്കിറ്റുകൾ സിബിൻ വന്നതിന് ശേഷം അവതരിപ്പിച്ചിട്ടുണ്ട് അല്ലെ. എസ്പെഷ്യലി ആ ശ്രീരേഖനൊക്കെ പെർഫോമൻസ് വേറെ ലെവലായിരുന്നു. അതാണ് പലരുടെയും ടാലന്റുകൾ പുറത്തെടുക്കാൻ സിബിൻ നല്ല രീതിയിൽ സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ഉണങ്ങിക്കെടുക്കുന്ന ഒരു വീടിനെ വീണ്ടും ജീവൻ നൽകാൻ സിബിന് സാധിച്ചു എന്നുള്ളതാണ്. അത് സിബിൻ ചെയ്ത് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ ഒരു പ്ലെയർ ആണ് ഇങ്ങനെ മാനസികമായി തളർന്നു കിടക്കുന്നത് അല്ലെ. ഇപ്പൊ പുള്ളിക്കാരനെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യാനും പേടിയാണെന്നുള്ള ഒരു അവസ്ഥയിലാണ്. എന്തായാലും ഗബ്രീനോടും സായിനോടുമുള്ള സംസാരത്തിന് ശേഷം ക്യാമറയിൽ നോക്കി ചില കാര്യങ്ങൾ സിബിൻ പറയുന്നുണ്ട്. നമുക്ക് എന്തായാലും അതൊന്ന് കണ്ടോക്കാം. പേടിയാണ് ഇവിടെ ഇരിക്കാൻ. Please take me out, please. പുള്ളിക്കാരന്റെ മനസ്സ് മൊത്തത്തിൽ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട് അല്ലേ. പുള്ളിക്കാരന്റെ മനസ്സ് വിചാരിച്ചെടുത്ത് നിൽക്കുന്നില്ല എന്നുള്ളതാണ് ഇതിപ്പോ കാണിച്ചു തരുന്നത്. ഇങ്ങനെ ഒരു അവസ്ഥയിൽ മനസ്സിനെത്തി കഴിഞ്ഞാണെങ്കിൽ പിന്നെ എത്ര ആക്റ്റീവ് ആണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. എന്തൊക്കെയാണെങ്കിലും നമ്മൾ മനസ്സ് വിചാരിച്ചെടുത്ത് കിട്ടണം അല്ലേ. ഇല്ലാന്നുണ്ടെങ്കിൽ പോയി കാര്യങ്ങൾ. ഇപ്പൊ ആ ഒരു അവസ്ഥയിലാണ് സിബിൻ ഇരിക്കുന്നത്. മനസ്സ് വിചാരിച്ചെടുത്ത് നിൽക്കാത്ത ഒരു അവസ്ഥ. അങ്ങനെ ഒരു അവസ്ഥയിൽ ഒരാൾ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ തുടരുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. എന്നാലും ഇതെല്ലാം കഴിഞ്ഞ് സിബിന്റെ അവസ്ഥ മനസ്സിലാക്കി ബിഗ് ബോസ് വീണ്ടും സിബിനെ കൺഫെഷൻ റൂമിലേക്ക് വിളിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അന്നേരമുള്ള സിബിന്റെ മറുപടി നമുക്കൊന്ന് കണ്ടോക്കാം. ബിഗ് ബോസ് അത് പറ്റില്ല. എനിക്ക് പേടിയാണ്. എനിക്ക് ഹൗസ് പേടിയാണ്. എനിക്ക് ഇവിടുത്തെ ക്യാമറകളെ പേടിയാണ്. എനിക്ക് നിങ്ങളുടെ അലപ്പൊന്നും കേൾക്കാൻ വയ്യ.
ഇത് വീട് പോലെ കിടന്ന് ചെവി തിന്നും. ഓക്കെ, അപ്പൊ അതാണ് സിബിനെ സംബന്ധിച്ചിടത്തോളം ഒരേ കാര്യം തന്നെ വീണ്ടും വീണ്ടും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് അല്ലെ. എനിക്ക് പറ്റുന്നില്ല, എനിക്ക് പോകണം എന്നുള്ള രീതിയിൽ. ഇങ്ങനെ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒന്നുകിൽ അയാൾക്ക് വേണ്ട ട്രീറ്റ്മെന്റ് കൊടുക്കണം, അതല്ലെങ്കിൽ അയാൾ ഗെയിമിന് പുറത്തു കൊണ്ടുപോകണം. ഇതിൽ ഏതെങ്കിലും ഒന്ന് ചെയ്യണം എന്നുള്ളതാണ്. ഇതേ ഒരു അവസ്ഥയിൽ ഇനി വീട്ടിൽ ഇയാൾ ഇടുന്നത് ഉചിതമല്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ഇതൊക്കെ കേൾക്കുമ്പോൾ ഇനി കുറയണമെന്ന് പറയും. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായല്ലോ ജാസ്മിനൊക്കെ അനുഭവിക്കുന്ന മെന്റൽ പ്രഷർ എത്രത്തോളം ആണെന്നുള്ളത്. ജാസ്മിനൊക്കെ ലാലേട്ട് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇത് ലാലേട്ട് ഒന്ന് ചീത്ത പറഞ്ഞപ്പോഴേക്കും തളർന്നു പോയല്ലോ എന്നുള്ള രീതിയിൽ അല്ലെ. ഉറപ്പായിട്ടും വരും. ജാസ്മിൻ എവിടെ കിടക്കുന്നത്, സിബിൻ എവിടെ കിടക്കുന്നത്. പൊതുവെ ജാസ്മിൻ വീട്ടിനുള്ളിൽ 10 കാര്യങ്ങൾ കാണിച്ചു കൂട്ടുന്നുണ്ടെങ്കിൽ അതിൽ 5 കാര്യങ്ങൾ മാത്രമേ ലാലേട്ട് ചോദ്യം ചെയ്യുന്നുള്ളൂ, ബാക്കിയുള്ള 5 മുക്കലാണ്. അത്രയും ഒരുപാട് കാര്യങ്ങൾ ജാസ്മിൻ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ കാണിച്ചു കൂട്ടുന്നുണ്ട്. പക്ഷേ സിബിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ലല്ലോ. സിബിൻ കാണിച്ചു കൂട്ടിയതിനേക്കാൾ മുകളിൽ ലാലേട്ടും ചീത്ത വിളിച്ചു എന്നുള്ളതാണ്. രണ്ടും തമ്മിൽ എത്രയോ ഡിഫറൻസ് ഉണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നാട്ടിൽ പെരുങ്കളനായിട്ടുള്ള ഒരു വ്യക്തി ഒരു മാല മോഷ്ടിച്ചതിന്റെ പേരിൽ അകത്താവുകയാണെങ്കിൽ പോലീസുകാരൻ ആ കളൻ എന്ത് പറഞ്ഞാലും അയാൾക്കൊരു കൂസലുണ്ടാവില്ല അല്ലെ. നേരെ മറിച്ച് സാധാരണക്കാരനായിട്ടുള്ള ഒരാൾ ചെറുതായിട്ട് എന്തോ ഒരു സാധനം മോഷ്ടിച്ച് അതിന്റെ പേരിൽ അവനെ പിടിക്കപ്പെട്ട് ജയിലാവുകയാണെങ്കിൽ അവിടെയുള്ള പോലീസുകാർ പറയുന്ന ചെറിയ കാര്യങ്ങൾ വരെ അവന് ഭയങ്കരമായിട്ട് ഹേർട്ട് ആകും എന്നുള്ളതാണ്. അതാണ് ജാസ്മിനും സിബിനും തമ്മിലുള്ള വ്യത്യാസം. ഇനി ജാസ്മിൻ ഞാൻ പെരുങ്കള്ളിയാണെന്നല്ല ഉദ്ദേശിച്ചത്, ഞാനൊരു ഉദാഹരണം പറഞ്ഞു ഉപമിച്ചതാണ്. എപ്പോഴും ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഓരോന്ന് കാണിച്ചു കൂട്ടി ഏറി കയറുന്ന ജാസ്മിനും സിബിന്റെ അടുത്ത് നിന്ന് സംഭവിച്ചു പോയൊരു കാര്യത്തിന്റെ പേരിൽ ചീത്ത കേൾക്കുന്നതും പേരിൽ നല്ല വ്യത്യാസമുണ്ട്. അപ്പൊ ജാസ്മിന് കേൾക്കുന്ന ചീത്ത വെച്ച് ഇത് കമ്പയർ ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. എന്തായാലും ഇതെല്ലാം കഴിഞ്ഞ് സിബിൻ സൈക്കോളജിസ്റ്റിനെ കാണാൻ പോകുന്നുണ്ട്. അതിനുശേഷം സിബിൻ ഓക്കെ ആയിട്ട് തിരിച്ചു വരുന്നുമുണ്ട്. നമുക്ക് എന്തായാലും ഒന്ന് കണ്ടോക്കാം. ഡോക്ടറിനെ കണ്ട് നോക്കാം. ഓക്കെ, അതാണ് സൈക്കോളജിസ്റ്റിനെ കണ്ടപ്പോൾ പുള്ളിക്കാരൻ ഏകദേശം ഓക്കെ ആയി അല്ലേ. ഇത് കാണുന്ന ഏതൊരു ശരാശരി പ്രേക്ഷകരും മനസ്സുകൊണ്ട് കരുതിയത് പുള്ളിക്കാരൻ തിരിച്ചു വന്നു എന്നുള്ളതാണ്. പക്ഷെ അവിടെ നിന്നൊന്നും കാര്യങ്ങൾ അവസാനിച്ചില്ല എന്നുള്ളതാണ്. അടുത്ത ദിവസം രാവിലെ എഴുന്നേറ്റപ്പോൾ വീണ്ടും പോയ അവസ്ഥയിലേക്ക് തന്നെ സിബിൻ പോയി എന്നുള്ളതാണ്. ക്യാമറയിൽ നോക്കിക്കൊണ്ട് സിബിൻ പറയുന്നുണ്ട്, എനിക്ക് പറ്റുന്നില്ല, ഞാൻ പോവാണെന്നുള്ള രീതിയിൽ. നമുക്ക് എന്തായാലും അതിലെ ചില രംഗങ്ങളൊന്ന് കണ്ടോക്കാം. ഓക്കെ, അപ്പൊ അതാണ് സിബിൻ വീട്ടിൽ നിന്നും പുറത്തേക്ക് പോയി എന്നുള്ളതാണ്. അല്ല, ഇങ്ങനെ ഒരാൾ ഈ ഒരു അവസ്ഥയിൽ വീട്ടിൽ വെച്ചിരിക്കുന്നതിലും ഭേദം പുറത്തേക്ക് പോകുന്നതന്നെയാണ്. ഇനി സീക്രട്ട് റൂമിലേക്ക് മാറ്റിയതാണോ ഹോസ്പിറ്റൽ ചികിത്സയ്ക്ക് പോയതാണെന്നൊന്നും അറിയില്ല കേട്ടോ. എന്തായാലും പുറത്ത് പോയി എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് മൊത്തത്തിലുള്ള അവസ്ഥ എന്ന് പറയുന്നത്. എന്തായാലും ഇതെല്ലാം ബിഗ് ബോസിന്റെ ഒരു കടന്ന കൈയായി പോയി എന്നുള്ളത് തന്നെയാണ് എന്റെ അഭിപ്രായം. എല്ലാം ഒന്ന് ഹരമായി വന്നതായിരുന്നു, നല്ല രീതിയിൽ വീടൊക്കെ ഒന്ന് ശരിയായി വന്നതായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ സംഭവിച്ചത്. ഇനി എന്തുകൊണ്ട് ബിഗ് ബോസ് ഇങ്ങനെ ഒരു അപ്രോച്ച് സ്വീകരിച്ചു, എന്തുകൊണ്ട് സിബിനോട് ബിഗ് ബോസ് മോശമായി പെരുമാറി, നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ എല്ലാ സീസണിലും കണക്ട് ചെയ്തൊന്ന് ആലോചിച്ച് നോക്കി, നിങ്ങൾ അതിനുള്ള ഉത്തരം കിട്ടും. ഏറ്റവും നന്നായി ഗെയിം കളിക്കുന്നത്, ഏറ്റവും നന്നായി ജനപിന്തുണ ലഭിക്കുന്ന കണ്ടസ്റ്റൻസിനോടെല്ലാം ബിഗ് ബോസ് ഈ രീതിയിലാണ് പെരുമാറിയിരുന്നത്. അതിന് ഉത്തമ ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞുതരാം. സെക്കൻഡ് സീസണിൽ ഡോക്ടർ രജിത് കുമാർ, പുള്ളിക്കാരന് പുറത്ത് നല്ല ഫാൻസ് ഉണ്ട് എന്ന് അറിഞ്ഞു തുടങ്ങിയ സമയത്ത് ബിഗ് ബോസ് ചെയ്ത പരിപാടി എന്താണ്, പുള്ളിക്കാരനെ മാക്സിമം അങ്ങ് അടിച്ചിരുത്തി എന്നുള്ളതാണ്. അതേ സീസണിൽ തന്നെ ഏറ്റവും കൂടുതൽ ഹേറ്റേഴ്സ് വന്ന ഒരാളായിരുന്നു ആര്യബട എന്ന് പറയുന്നത്. അങ്ങനെ ആര്യബടയ്ക്ക് ഭയങ്കര ഹേറ്റേഴ്സ് ഉണ്ട് എന്ന് അറിഞ്ഞ നിമിഷം ബിഗ് ബോസ് ചെയ്ത് എന്താണ്, ആര്യബടയെ ഭയങ്കര പിന്തുണച്ച് നിന്ന് എന്നുള്ളതാണ്. അതേമാതിരി തന്നെ ഫോർത്ത് സീസണിൽ റോബിന് നല്ല ഫാൻസ് ഉണ്ട് എന്ന് അറിഞ്ഞ സമയത്ത് ബിഗ് ബോസ് ചെയ്ത പരിപാടി എന്താണ്, റോബിൻ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ലാലേട്ടൻ ഒന്ന് ചീത്ത പറയാൻ തുടങ്ങി എന്നുള്ളതാണ്. എന്നാൽ അതേ സീസണിൽ ഉണ്ടായിരുന്ന ജാസ്മിൻ മൂസ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ്, പുള്ളിക്കാർ എന്ത് ചെയ്താലും ബിഗ് ബോസ് കണ്ണടിച്ച് നിൽക്കുന്നുള്ളതാണ്. സെയിം ലെവലിലാണ് ഇവിടെയും സംഭവിച്ചിട്ടുള്ളത്. സിബിൻ ചെയ്ത് ചെറിയൊരു കാര്യത്തിൽ ലാലേട്ട് ഭയങ്കരമായിട്ട് ചീത്ത വിളിക്കുകയും ജാസ്മിനെ പല കാര്യത്തിൽ സപ്പോർട്ട് ചെയ്യുന്ന പോലെ നിൽക്കുകയും ചെയ്തു. ഈ 3 സീസണുകളിലും ഫോളോ ചെയ്തിരുന്നത് ഒരേ പാറ്റേൺ അല്ലെ. ഇങ്ങനെ വരുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്, ബിഗ് ബോസിന് ലാലേട്ടിനും ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി കിട്ടും എന്നുള്ളതാണ്. അതിന് കൂടുതൽ എന്താകും, ജാസ്മിനെ പോലെയുള്ള കണ്ടസ്റ്റൻസിനെ ആളുകൾ കൂടുതൽ വെറുക്കാനും സിബിനെ പോലെയുള്ള കണ്ടസ്റ്റൻസിനെ ആളുകൾ കൂടുതൽ ഇഷ്ടപ്പെടാനും അത് കാരണമാക്കും എന്നുള്ളതാണ്. ഇതൊരു വൈകാരികമായ തലത്തിലേക്ക് ഇത് പോകുന്നുള്ളതാണ്. കാരണം ഇത് കാണുന്ന ഓരോരുത്തരും ചിന്തിക്കുന്നതാണ്, അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ, ഇതെന്താണ്, ഇത് അനീതിയല്ലേ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങും. സ്വാഭാവികമായിട്ട് ഇത് വീണ്ടും വീണ്ടും ഷോ ഫോളോ ചെയ്യാനുള്ള ത്വര വർദ്ധിപ്പിക്കും എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ TRP റേറ്റ് കൂട്ടും. അതിന് വേണ്ടിയുള്ള ഒരു കളിയായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷെ അവിടെ ബിഗ് ബോസിന് ഒരു തെറ്റ് പറ്റി എന്നുള്ളതാണ്. ഡോക്ടർ രജിത് കുമാർ അവിടെ മെന്റലി സ്ട്രോങ് ആയപ്പോൾ, ഡോക്ടർ റോബിൻ അവിടെ മെന്റലി സ്ട്രോങ് ആയി നിന്നപ്പോൾ ഇതേ സംഭവം തന്നെ DJ സിബിനെ വീക്കാക്കി മാറ്റി എന്നുള്ളതാണ്. അപ്പൊ എല്ലാവരുടെയും കേസിൽ ഈ ഒരു സ്ട്രാറ്റജി അപ്ലിക്കബിൾ അല്ല എന്നർത്ഥം. അതിനുദാഹരണം തന്നെയാണ് DJ സിബി. ഇതുവരെ എങ്ങനെയാണ് ആ രീതിയിൽ അങ്ങനെ പോയാൽ മതിയായിരുന്നു. ഇപ്പൊ എന്തായി, ഉള്ള നല്ലൊരു പ്ലെയറും കൂടി നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്കായി. പിന്നെ സിബിനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു ഫാക്ടറും കൂടിയുണ്ട്. സിബിന്റെ ഫ്രണ്ടാണ് സെക്കൻഡ് സീസണിൽ ആര്യബടായി. പുള്ളിക്കാർക്ക് കിട്ടിയ നെഗറ്റീവ് ഒന്നും ഇവിടെ വേറെ ആർക്കും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോഴും അന്ന് ബിഗ് ബോസിൽ ചെയ്ത് കൂട്ടിയ കാര്യങ്ങൾ കാരണമായിട്ട് ആര്യബട ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും സിബിന് ആ കാര്യങ്ങളൊക്കെ ട്രിഗർ ചെയ്ത് കാണണം. പിന്നെ മാത്രവുമല്ല, സിബിൻ സീസൺ 6ലേക്ക് പോകുന്നെന്ന് അറിഞ്ഞ നിമിഷം തൊട്ട് ആര്യബട സിബിനെ നല്ല രീതിയിൽ എതിർത്തിട്ടുണ്ടായിരുന്നു. പോകരുത് എന്ന് കാല് പിടിക്കുന്ന പോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിന്റെ വില മൊത്തം പോകുന്നുള്ള താക്കീത് നൽകിയിട്ടുണ്ടായിരുന്നു. പക്ഷേ സിബിൻ അതെല്ലാം അവഗണിച്ചുകൊണ്ടാണ് ബിഗ് ബോസ് സീസൺ 6ലേക്ക് വന്നിട്ടുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ടും ആര്യബട പറഞ്ഞ കാര്യങ്ങളും സിബിനെ നല്ല രീതിയിൽ
ട്രിഗർ ചെയ്തിട്ടുണ്ടാകും എന്നുള്ളതാണ്. അപ്പൊ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ മൂഞ്ചി തെറ്റിയ ഒരു അവസ്ഥയിലേക്ക് സീസൺ മാറിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. എന്താണ് ബിഗ് ബോസിന്റെ സിബിനോടുള്ള ഈ അപ്രോച്ചിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.